വരുവിന്നാരാധിക്കാം, സങ്കീർത്തനങ്ങളോടെ ഘോഷിച്ചിടാം, വരുവിൻ യഹോവയ്ക്കു പാടാം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ സാധിക്കാത്ത ഒന്നാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിനും ശുശ്രൂഷകൾക്കും എല്ലാം ദൈവശക്തിയും നടത്തിപ്പും ആവശ്യമാണ്. അത് ലഭിക്കുവാൻ നാം നിരന്തരം ദൈവമുഖം കാണുന്നവർ ആകണം. മത്തായി 7:8 വാക്യങ്ങൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഒരു ഉപദേശമാണ്. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. നാം ചോദിക്കുന്നതാണ് കർത്താവ് നൽകുന്നത്. അതായത് ലഭിക്കണമെങ്കിൽ ചോദിക്കണം. എന്നാൽ ചോദിക്കുന്നത് വിശ്വാസത്തോടെ ആയിരിക്കണം, അവകാശത്തോടെ ചോദിക്കണം. നമുക്ക് ചോദിപ്പാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നാം മക്കളാണ്. റോമർ 8:17 പറയുന്നത്, നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. ഭൂമിയിലെ മക്കൾക്ക് ഒരു വിശ്വാസമുണ്ട്. തങ്ങളുടെ പിതാവിനോട് ചോദിക്കുന്നത് ലഭിക്കും. ഇവിടെ കർത്താവ് പറയുന്നത്, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഇല്ല. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മത്തായി 7:9-11 അപ്പനോട് ചോദിക്കുന്നത് ലഭിക്കുമെന്ന് ഈ ഭൂമിയിലെ മക്കൾക്ക് വിശ്വാസമുണ്ട്. സ്വർഗീയ അപ്പച്ചൻ്റെ മക്കളാണ് നമ്മൾ. ചോദിക്കുന്നത് സ്വർഗീയ പിതാവ് നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിക്കണം. മർക്കോസ് 11:24 കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് കിട്ടും. സ്വർഗീയ പിതാവ് നൽകും എന്നതിനേക്കാൾ ഉപരിയായി ചോദിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതായത് ലഭിക്കുന്നതിന് മുൻപേ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അത് നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ ചോദിക്കുന്നത് ഇന്ന് ലഭിച്ചേക്കാം, ചിലപ്പോൾ നാളെ ആയിരിക്കാം, ഒരുപക്ഷെങ്കിൽ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കാം നൽകുന്നത്. തരാമെന്ന് വാക്ക് പറഞ്ഞത് കർത്താവാ. വാക്ക് പറഞ്ഞ കർത്താവ് വിശ്വസ്തന്, അവൻ നൽകുക തന്നെ ചെയ്യും. എഫേസ്യർ 3:20 നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ശക്തിയുള്ളവൻ എന്ന കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. അബ്രഹാം കർത്താവിനോട് ചോദിച്ചു, കർത്താവായ യഹോവേ, നീ എനിക്കെന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. ഉൽപ്പത്തി 15:2. ദൈവത്തിനോട് പറഞ്ഞത്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. അബ്രഹാം അത് പൂർണ്ണമായി വിശ്വസിച്ചു. 60-ാം വയസ്സിൽ അബ്രഹാമിന് ദൈവം മക്കളെ നൽകുമെന്ന് വാക്ക് നൽകിയത്. പിന്നെ ദീർഘ 40 വർഷമാണ് ദൈവവാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി വിശ്വാസത്തോടെ അബ്രഹാം കാത്തിരുന്നത്. 100-ാമത്തെ വയസ്സിൽ അബ്രഹാം പിതാവായി. ദൈവം ഇസഹാക്കിനെ അബ്രഹാമിന് മകനായി നൽകി. ഉൽപ്പത്തി 21:5. വാക്ക് നൽകിയ ദൈവം വിശ്വസ്തന്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നടക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് ലഭിക്കുവോളം ലഭിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ കാത്തിരിക്കണം. കർത്താവ് നമ്മോട് ചോദിക്കുന്നത്, നിനക്ക് എന്താവശ്യമുണ്ട്? മർക്കോസ് 10:51. ഈ ചോദ്യം കുരുടനായ ബർത്തമായിയോടായിരുന്നു. അവൻ പറഞ്ഞു, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. കർത്താവിനോട് ആവശ്യം വ്യക്തമായി പറയണം. പലപ്പോഴും നമ്മുടെ വിശ്വാസം മാർത്തയുടെ വിശ്വാസം പോലെയാ. യേശു മാർത്തയോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ലാസർ ഉയർത്തെഴുന്നേൽക്കും, നീ ഇത് വിശ്വസിക്കുന്നുവോ? മാർത്ത പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കല്ലറയിൽ ചെന്ന മാർത്ത
കല്ലറയുടെ കല്ല് നീക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ പറയുന്നത്, കർത്താവേ കല്ല് നീക്കണ്ട, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ. യോഹന്നാൻ 11:39. വിശ്വസിക്കുന്നു എന്ന് പറയും, പക്ഷേ വിശ്വസിക്കില്ല. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയൂ. നമ്മുടെ അവിശ്വാസമാണ് ദൈവം പ്രവർത്തിക്കുന്നതിന് തടസ്സമാകുന്നത്. തൻ്റെ പിതൃ നഗരത്തിലുള്ളവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വലുതായ വീര്യപ്രവൃത്തികൾ ഒന്നും ചെയ്യുവാൻ കർത്താവിന് കഴിഞ്ഞില്ല എന്ന മർക്കോസ് 6:5-6 വാക്യങ്ങളിൽ പറയുന്നത്. കർത്താവ് ചോദിക്കുന്നത്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യിരെമ്യാവ് 32:27. വീണ്ടും കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. യിരെമ്യാവ് 29:12. കർത്താവേ, നിന്നിലുള്ള പൂർണ്ണ വിശ്വാസത്തിൽ എൻ്റെ പ്രാർത്ഥനയും യാചനയും അർപ്പിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. യഹോവ തന്നെ ദൈവം, സർവചരാചരങ്ങൾക്കുമുടയോ, തന്തിരുകരവിരുതല്ലോ, നാം അവനെ സ്തുതിച്ചിടുവിൻ. തന്തിരുകരവിരുതല്ലോ, നാം അവനെ സ്തുതിച്ചിടുവിൻ. വരുവിൻ, യഹോവയ്ക്കു പാടാം, രക്ഷയേകും